ഗൈസ് നിങ്ങളുടെ ഡിവൈസ് എത്ര GB റാം വേണമെങ്കിൽ ആവട്ടെ, 1 GB ആവട്ടെ, 2 GB ആവട്ടെ, 3 GB ആവട്ടെ, 4 GB ആവട്ടെ, അല്ലെങ്കിൽ 6 GB റാം വേണമെങ്കിൽ ആവട്ടെ, നിങ്ങൾ ഏത് ഗെയിം കളിക്കുന്നതാണെങ്കിലും ഫ്രീ ഫയർ ആണെങ്കിലും ഫ്രീ ഫയർ മാക്സ് ആണെങ്കിലും ഈ ഒരു ട്രിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന ട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ലാഗും ഓട്ടോ ബാക്കും ഫ്രീസിംഗ് ഒന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ട്രിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ മിസ്സ് ചെയ്യാൻ പാടില്ല. മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ ട്രിക്കും കാര്യമൊന്നും വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു ട്രിക്ക് വർക്കാവൂ. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയലും കാര്യമൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യമൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിൽ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു ഫയൽ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ആദ്യം ഫ്രീ ആയിട്ട് ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു ടൂളിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് ആദ്യം ഏതെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഇൻസ്റ്റ ID വെച്ചിട്ട് ഈ ഒരു ടൂളിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിനും കാര്യമൊക്കെ ആയതിനു ശേഷം ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഫോളോവേഴ്സ് ആഡ് ചെയ്യാം, ലൈക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ ഫ്രീ ആണ്. നമുക്ക് ടോട്ടലി ഫ്രീ ആയിട്ട് പൈസയൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഫോളോവേഴ്സും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിമ്പിളായിട്ട് ഞാനിപ്പോൾ എൻ്റെ മെയിൻ ID സൈക്ക് ഗെയിമേഴ്സ് എന്ന് പറയുന്ന മെയിൻ IDയിലേക്കാണ് ഞാൻ ഫോളോവേഴ്സ് ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. 50 ഫോളോവേഴ്സ് 50 ഫോളോവേഴ്സ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് സ്റ്റാർട്ട് അടിച്ചിട്ട് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ 1 by 1 ആയിട്ട് ഫോളോവേഴ്സ് ആഡ് ആവാൻ സ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റ ഒന്ന് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടും എൻ്റെ ഇൻസ്റ്റയിലേക്ക് വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് ഫോളോവേഴ്സ് 1 by 1 ആയിട്ട് ആഡായി വന്നിട്ടുണ്ട്. ടോട്ടലി ഫ്രീ ആണ്. ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇനി ഫയൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫയൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ zarchiverൽ വരിക. zarchiverൽ വന്നിട്ട് ആൻഡ്രോയിഡിൽ പോവുക. ആൻഡ്രോയിഡിൽ ഇവിടെ ഡാറ്റയിൽ വന്നിട്ട് നമ്മളുടെ ഫ്രീ ഫയറിൻ്റെ ഡാറ്റ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫ്രീ ഫയറിൻ്റെ ഡാറ്റയിൽ ഫയൽസിൽ കണ്ടൻറ്റ് ക്യാഷിൽ പോയതിന് ശേഷം ഇവിടെ ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു ഫോൾഡർ സിമ്പിളായിട്ട് നമ്മൾ ബാക്കപ്പ് ചെയ്യണം. ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കട്ടടിക്കാം. കട്ടടിച്ചതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് ഡിവൈസ് മെമ്മറിയിൽ വന്നിട്ട് ഇവിടെ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യണം. അതിന് ശേഷം ബാക്കപ്പ് ഫോൾഡറിൽ വന്നിട്ട് ഈ ഓപ്ഷണൽ ഫോൾഡർ അവിടെ പേസ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. അപ്പം ആ ഒരു ഫയൽ ബാക്കപ്പായി നിൽക്കുന്നതായിരിക്കും. ഇനി ബാക്കപ്പ് ആയതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ആൻഡ്രോയിഡിൽ വരിക, ഡാറ്റയിൽ വരിക, com.dts.freefire.th എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ മെയിൻ ഡാറ്റ എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് ഇവിടുന്ന് ഡിലീറ്റ് അടിച്ച് കളയാം. ഡിലീറ്റ് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫയലിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡൗൺലോഡ്സിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽസ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഫ്രീ ഫയറിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീ ഫയർ മാക്സിൻ്റെ ഫയലും തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രീ ഫയറിൻ്റെ ഫയൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സിമ്പിളായിട്ട് ഞാനിപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാക്റ്റ് ഹിയർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ നമ്മളോട് പാസ്വേഡും കാര്യമൊക്കെ എൻ്റർ ചെയ്യാൻ പറയും. സിമ്പിളായിട്ട് ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എവിടെ കിട്ടും എന്ന് വെച്ചാൽ ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലായിട്ട് നിങ്ങൾക്ക് പാസ്വേഡും കാര്യമൊക്കെ കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വീഡിയോ സ്കിപ്പ് ചെയ്താൽ പാസ്വേഡൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ ഇവിടെ ഒരു ഡാറ്റ ഫോൾഡർ നമുക്ക് കാണും. അത് കട്ടടിക്കാം. എന്നിട്ട് ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡ് ഡാറ്റയിൽ വന്നിട്ട് ആ ഒരു കട്ട് ചെയ്ത ഫയൽ ഇവിടെ പേസ്റ്റ് അടിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ആവുന്നുണ്ട്. പേസ്റ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് പേസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഡിവൈസ് മെമ്മറിയിൽ വരിക. എന്നിട്ട് ബാക്കപ്പ് നമ്മൾ നേരത്തെ ബാക്കപ്പ് ചെയ്ത് വെച്ച ഓപ്ഷണൽ ഫോൾഡർ ഇവിടുന്ന് കട്ടടിക്കാം. കട്ടടിച്ചിട്ട് ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡ് ഡാറ്റ com.dts.freefire.th എന്ന് പറയുന്ന നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഡാറ്റയിലേക്ക് വരാം. ഡാറ്റയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഫയൽസ് കണ്ടൻറ്റ് ക്യാഷിൽ വന്നിട്ട് ആ ഒരു ഓപ്ഷണൽ ഫോൾഡർ കണ്ടൻറ്റ് ക്യാഷിൽ സിമ്പിളായിട്ട് പേസ്റ്റ് അടിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓപ്ഷണൽ ഫോൾഡർ ഇവിടെ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്തായിട്ട് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഗൈസ്, ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്